എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇന്ന് ശിവ പറഞ്ഞ പോലെ തന്റെ മോളെ പാടെ അങ്ങ് മറന്നു. ശോഭ വെപ്രാളത്തിനകത്തേക്ക് ഓടി. ശിവ, മഹി, കഴിക്കാനുള്ള ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാളും കഴിച്ചിട്ട് പോവാൻ നോക്ക്, ഞാനിപ്പോ വരാം. ആറ് വിളിച്ചു പറഞ്ഞിട്ട് തന്റെ മുടിയൊന്ന് ഒതുക്കി ഉടുത്ത സാരിയൊന്ന് നേരെയാക്കി ആറ് വേഗം ഇറങ്ങി. അമ്മ, ഇതെവിടേക്കാ? ശിവ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ശോഭ മുറ്റം വിട്ട് റോഡിലേക്ക് എത്തിയിരുന്നു. എന്താടി അമ്മയുടെയൊക്കെ പോയത്? അറിയില്ല മയ്യേട്ടാ, ചിലപ്പോ അമ്പലത്തിലേക്കായിരിക്കും. അതിന് ഇന്നെന്താടി പ്രത്യേകത? ഇന്ന് മായേച്ചിയുടെ പിറന്നാളാ. ശിവ പറഞ്ഞിട്ട് കഴിക്കാനായിരുന്നു. ഓ, അതിനാണോ നീ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഓടിയത്? എന്തിയെ, അതൊരു കുറ്റായോ? അയ്യോ ഇല്ലേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് മായും കഴിക്കാനായിരുന്നു. ശോഭ റോഡിലേക്ക് ഇറങ്ങിയതും പിന്നെ അങ്ങോട്ട് ഓടുകയായിരുന്നു. മാധവേട്ടനുമായുള്ള വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമായിരുന്ന താൻ ഒരു കുഞ്ഞിനായി കാത്തിരുന്ന സമയം. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ 3-ാം മാസത്തിൽ പുതിയ അതിഥിയുടെ വരവറിയിച്ചുകൊണ്ട് അവൾ തന്റെ ഉദരത്തിൽ പിറവി കൊണ്ടത്. പിന്നെ അങ്ങോട്ട് 9 മാസങ്ങൾ വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു. താനൊരു അമ്മയാകാൻ പോകുന്ന എന്നൊരു ചിന്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു നൽകിയത്. ആൺകുട്ടിയാവുമോ പെൺകുട്ടിയാവുമോ എന്നൊരു ആകാംക്ഷ മനസ്സിലുണ്ടെങ്കിലും ആദ്യത്തെ കൺമണി പെൺകുട്ടിയായിരിക്കണമെന്ന് മാധവേട്ടനും താനും ഒരേപോലെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം പോലെ തന്നെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ മായമോള് മകം പിറന്ന മങ്കയായി തങ്ങളിലേക്ക് വന്നു ചേർന്നു. ഓമനത്തും തുളുമെന്ന ആ മുഖം കണ്ടപ്പോൾ ഹൃദയത്തിൽ വാത്സല്യം നിറഞ്ഞു കവിഞ്ഞു. അതുവരെ താൻ അനുഭവിച്ച വേദനകൾ ഓരോന്നും ആ മുഖം തന്നിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ മാഞ്ഞു പോയിരുന്നു. നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പൊതിഞ്ഞു പിടിക്കാനുള്ള ആഗ്രഹമുള്ളിൽ തുടികൊട്ടി. അവൾ ഇന്ന് വിവാഹിതയായി മറ്റൊരു വീട്ടിൽ കഴിയുന്നു. എന്നിരുന്നാലും അവൾ ഇന്ന് തന്റെ പൊന്നോമന തന്നെയാണ്. ശോഭേച്ചി, പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് വിളിച്ച ശോഭ ഞെട്ടിലോടെ തിരിഞ്ഞു. എവിടേക്കാ ശോഭേച്ചി നിങ്ങളിങ്ങനെ ഓടുന്നു? എത്ര നേരം ഞാൻ പിന്നിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോവാ സുമതി. അമ്പലത്തിലോ? ആ, എന്തേ? അമ്പലം ദേ അങ്ങോട്ടല്ലേ ചേച്ചി, ഇതുവഴി എങ്ങോട്ടാ? വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്കാണോ? സുമതി പറഞ്ഞു കേട്ട് ശോഭ 4 ഭാഗം നോക്കി. അമ്പലത്തിലേക്ക് പോവേണ്ട റോഡും കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ എന്തോ ഓർത്തുകൊണ്ട്. ശോഭ അമളി പറ്റിയതുപോലെ സുമതിയെ നോക്കിയൊന്ന് ചിരിച്ചു. ഈടെയായിട്ട് ചേച്ചിക്ക് ആകെ ഒരു ഓർമ്മക്കുറവാണല്ലോ, എന്തു പറ്റി? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, സമയം വൈകി. സുമതി വീണ്ടും എന്തോ പറയാനായി വന്നു. ശോഭ അമ്പലത്തിന്റെ റോഡിലേക്ക് തിരിഞ്ഞ് വേഗത്തിൽ നടന്നു. അമ്പലനടയിലെത്തിയതും മുഖത്ത് പൊടിഞ്ഞു വന്ന വിയർപ്പ് തുള്ളികൾ സാരി തലപ്പുകൊണ്ട് തുടച്ച് വെപ്രാളത്തോടെ അകത്തേക്ക് കയറി. മായയ്ക്ക് വേണ്ടിയുള്ള പുഷ്പാഞ്ജലി അർച്ചനയെല്ലാം കഴിച്ച് പ്രാർത്ഥിച്ച് പ്രസാദവും വാങ്ങി പുറത്തേക്ക് കടന്നു. അപ്പോഴാണ് തന്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്ത്. നോക്കുമ്പോൾ ശില്പ. ആ മോളെ, പറയൂ. വേഗത്തിൽ ഫോൺ ചെവിയോട് ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു. അമ്മ ഇതെവിടെയാ? വല്ലാതെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അമ്പലത്തിലായിരുന്നു മോളെ, ദേ ഇറങ്ങി. ഇന്ന് മായയുടെ പിറന്നാളല്ലേ. ഓ, അതായിരുന്നോ അമ്മയ്ക്ക് ഇത്ര വെപ്രാളം? എന്താടി, അവളിന്റെ മോളല്ലേ? മക്കളുടെ കാര്യത്തിൽ ഇന്നും അമ്മമാർക്ക് വെപ്രാളം ഉണ്ടാവും. ഓഹോ, അമ്മക്ക് കുറെ നാൾ ഈ വെപ്രാളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എവിടുന്ന് വന്നു? ആ, അതൊക്കെ വന്നു, അത്രയും നീ പറഞ്ഞാ മതി. അല്ല, എന്താ നിന്റെ വിശേഷം? സുഖമല്ലേ? ആ, സുഖം. അല്ലമ്മ, ചേച്ചിയുടെ അമ്മയ്ക്കുള്ള ദേഷ്യമൊക്കെ പോയോ? ശില്പ, നീ ഫോൺ വെച്ച് പോയി, ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞുകൊണ്ട് ശോഭ ഫോൺ കട്ട് ചെയ്തു. നല്ലൊരു ദിവസമായിട്ട് അവളോടൊരു വാക്ക് കേൾക്കുന്നത് നിൽക്കണ്ട, അതായിരിക്കും നല്ലത്. ആ സമയം മായോട് അവർക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അവളുടെ ഫോൺ ശിവയുടെ കയ്യിലായതിനാൽ എങ്ങനെയാ? ശില്പയെ വിളിച്ചാൽ ഫോൺ കൊടുക്കില്ല, ഇനി ആര് വിളിക്കും? അവരാലോചനയോടെ മുന്നോട്ട് നടന്നു. മായ ബാത്റൂമിലേക്ക് കടന്ന് ഡ്രസ്സ് മാറി വന്നു. ഇന്ദ്രൻ അലമാര തുറന്ന് മറ്റൊരു കവറും കൂടെ അവൾക്ക് നൽകി. എനിക്കങ്ങനെ പെൺകുട്ടികളുടെ ഡ്രസ് സെലക്ഷൻ ഒന്നും അറിയില്ലടോ, എന്നിരുന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിനെടുത്താ, തനിക്ക് ഇഷ്ടാവോന്ന് അറിയില്ല. കയ്യിൽ കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞിട്ട് അവളെ നോക്കി. മായ കവർ തുറന്നു. അതിലൊരു പിങ്ക് കളറിൽ മനോഹരമായ സാരിയായിരുന്നു. അത് കണ്ടത് അവളുടെ കണ്ണുകൾ തിളങ്ങി. വീണ്ടും വീണ്ടും അവൾക്ക് അവനൊരു അത്ഭുതമായി കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആ കവർ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഇന്ദ്രനെ നോക്കി. ഇഷ്ടായോ? അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടത് ഇന്ദ്രൻ മായയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരാശ്രയം കിട്ടിയ പോലെ അതുവരെ അടക്കി വെച്ച അവളുടെ കണ്ണുനീർ ഇന്ദ്രന്റെ നെഞ്ചിൽ പെയ്തിറങ്ങി. ഇതിൽ അവളുടെ സങ്കടമല്ല, നിറഞ്ഞ സ്നേഹമാണെന്ന് അവൻ ആ നിമിഷം മനസ്സിലായിരുന്നു. തന്റെ നെഞ്ചിൽ പതുങ്ങി നിൽക്കുന്ന മുഖം ഇന്ദ്രൻ പതിയെ ഉയർത്തി. സാരമില്ല, പോട്ടെ, ഒരു വിഷമവും വേണ്ട, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അവളുടെ കണ്ണുകളിൽ എവിടെയോ തന്നോടുള്ള പ്രണയം മുളവിട്ടുന്നവനെ കാണാൻ കഴിഞ്ഞിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയാൽ ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ. അപ്പോഴാണ് ഇന്ദ്രന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. മായ പെട്ടെന്ന് അവനിൽ നിന്ന് അകന്നു മാറി. ഇന്ദ്രൻ അവളെ നോക്കി ഫോൺ കയ്യിലെടുത്തു. നോക്കുമ്പോൾ അറിയാത്ത നമ്പർ. ഒന്ന് സംശയിച്ച് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. മോനെ, ഞാൻ മായയുടെ അമ്മയാ, മോൾക്കൊന്ന് കൊടുക്കാവോ? ഇന്ദ്രൻ ഒന്നും പറയാതെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ മായക്ക് കൈമാറി. ഹലോ മോളെ, അമ്മയാ. അമ്മയുടെ സ്വരം കേട്ടതും അവൾ വല്ലാത്തൊരു വിറയലോടെ അടുത്ത് നിൽക്കുന്ന ഇന്ദ്രനെ പിടിച്ചു. അമ്മ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ പതിയെ വിളിച്ചു. മോൾക്ക് സുഖാണോ? അതെ അമ്മേ, സുഖം. അമ്മയുടെ മോൾക്ക് അമ്മയുടെ 1000 പിറന്നാളാശംസകൾ. താങ്ക്സ് അമ്മ.
മായ വീണ്ടും തേങ്ങി. അത് കണ്ടത് ഇന്ദ്രൻ അവിടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ആന്റി. ഇന്ദ്ര. ആന്റി ഇപ്പൊ ഫോൺ വെച്ചോളൂ. മായയുടെ സങ്കടം ഒന്നും അറിയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, എന്നാ ഞാൻ വെക്കുവാണേ. ഓക്കെ. ഒന്ന് മൂളിക്കൊണ്ട് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. എടോ മതി, ഇനി ഇങ്ങനെ കരഞ്ഞ സീനാക്കല്ലേ, താൻ വാ. ഇന്ദ്രൻ പറഞ്ഞു. അവൾ കണ്ണുകൾ തുടച്ച് മുഖമൊന്ന് കഴുകി വന്നു. ഇന്ദ്രൻ അവളെയും കൂട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. കോണിപ്പടി ഇറങ്ങാൻ തുടങ്ങിയവ കേട്ട് താഴെ ഹാളിൽ വലിയ ബഹളം. ഇന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ താഴേക്ക് ഇറങ്ങി. പിന്നാലെ ഇറങ്ങി വരുന്ന മായ ഒരു നിമിഷം തറഞ്ഞു നിന്നു. ഹാളിൽ എല്ലാവരും അവർക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിലും ഓരോരുത്തരും അവൾക്കരികിലേക്ക് വന്ന് വിഷ് ചെയ്തു. മുത്തശ്ശൻ, മുത്തശ്ശി, ശ്രീഹരി, ശ്രേയ, പത്മം എല്ലാവരും അവൾക്കരികിലേക്ക് വന്നു. ശില്പ മാത്രം ഒരു ഭാഗത്ത് പുച്ഛത്തോടെ മാറി നിന്നു. അത് പക്ഷെ ആരും അത്ര കാര്യമാക്കിയില്ല. എന്നിരുന്നാലും മായ കിട്ടുന്ന പരിഗണനയും സ്നേഹവും കാണുന്തോറും അവളുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും മായയെ നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു അപ്പോൾ അവളുടെ മനസ്സ്. മായയുടെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടതും അവളുടെ പല്ലുകൾ പരസ്പരം ഞെരിഞ്ഞമർന്നു. നീ എങ്ങോട്ടാ ഇത്ര ധൃതിയില്? താഴെയും തന്റെ റൂമിലേക്ക് അറിയുന്ന ശ്രീഹരി ശില്പയുടെ ഒരുക്കം കണ്ട് ചോദിച്ചു. എനിക്കൊന്ന് വീട് വരെ പോകണം. കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞ ശില്പ ശ്രീഹരിയെ നോക്കി. എന്നാൽ ഞാനും വരാം. ഞാനിന്ന് ലീവാ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, എനിക്കൊപ്പം ആരും വരണ്ട. ശ്രീഹരി ഇവിടെ മുൻഗാമിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച് നിന്നോ. അതാ ഇപ്പൊ എന്നെക്കാൾ മുൻഗണന, ശില്പ എടുത്തടിച്ച പോലെ പറഞ്ഞു. ശ്രീഹരിക്ക് ആകെ തരിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ബെഡിൽ കൈകളൂന്നി സ്വയം സഹിച്ചു പിടിച്ചു. എന്തേ, ശ്രീഹരിന് ദേഷ്യം വരുന്നുണ്ടോ? അവന്റെ ഭാവം കണ്ടതോൾ വീണ്ടും തുടർന്നു. വരും, എനിക്കറിയാം. അതങ്ങനെയാണല്ലോ. കാമുകിയെ പറഞ്ഞ ശ്രീഹരിന് പൊള്ളും നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ കണ്ടു. താല് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് ഒരു വിലയുമില്ല. ഒന്ന് നേരാവണ്ണം മിണ്ടെന്ന് പോലുമില്ല. എല്ലാവർക്കും സ്നേഹം അവരോട് മാത്രം. ശില്പ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. എന്തിനു നിർത്തണം? പറയുന്ന കാര്യങ്ങൾ സത്യമല്ലേ? സത്യം പറയുമ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ശ്രീയേട്ടാ. ശ്രീഹരി അലർച്ചയോടെ ചാടിയണീറ്റു. ശ്രീഹരിയുടെ മുഖം കണ്ട് ഒരു നിമിഷം അവളൊന്ന് പതറി. എന്നിട്ട് അവൾ പുറത്ത് കാണിക്കാതെ അവൾ വീണ്ടും തുടർന്നു. അവരാരാണെന്ന് എല്ലാവരുടെയും വിചാരം? ശില്പ പറഞ്ഞു തീർന്നില്ല. അവരുടെ ടേബിളിൽ വെച്ച ഫ്ലവർ വേസ് ശ്രീഹരി കോപത്തോടെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അവളോടുള്ള അമർഷം തീരാതെ അവൻ കൈകൾ അവൾക്ക് നേരെ ഉയർത്തി. പിന്നെ അവൻ തന്നെ തന്റെ കൈകൾ പിന്നോട്ട് വലിച്ചു. അത് കണ്ടതും അവളുടെ ശരീരമാകെ വിയർത്തു. ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ മുഖവും കണ്ണുകളും കണ്ടതും അവൾ വേഗം ഫോൺ എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അവൾ പോയതും ശ്രീഹരി വാതിൽ വലിച്ചടച്ചു. ശില്പ പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ കോണിപ്പടി ഇറങ്ങി ഓടി. അവളുടെ വെപ്രാളത്തോടെയുള്ള ഓട്ടം കണ്ട് താഴെ നിന്ന് മുകളിലേക്കായിരുന്ന ഇന്ദ്രൻ അവളെ സംശയത്തോടെ നോക്കി. അവൻ വേഗം മുകളിലേക്ക് ഓടിക്കയറി. ഏട്ടാ. ശ്രീഹരിയുടെ വാതിൽ മുമ്പിൽ ചെന്ന് തട്ടിക്കൊണ്ട് ഇന്ദ്രൻ വിളിച്ചു. ഏട്ടാ, വാതിലോർക്ക്. ഇന്ദ്രൻ വീണ്ടും വിളിച്ചു. ശ്രീഹരി വാതിൽ തുറന്നു. ഏട്ടാ, ഇതെങ്ങോട്ടാ? ഇന്ന് ലീവാണെന്ന് പറഞ്ഞ്. അവനെ എങ്ങോട്ടോ പോകാനായി റെഡി ആയതുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു. ആയിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഓഫീസിലേക്ക് പോവാ. ഏട്ടാ, ശില്പ. അവളുടെ കാര്യം ഇനി എനിക്കറിയണ്ട. എവിടെയെങ്കിലും പോട്ടെ, ഞാൻ പോയി വരാം. ഇന്ദ്രന് കൂടുതലും ചോദിക്കാൻ അവസരം നൽകാതെ ശ്രീഹരി വേഗത്തിൽ ഇറങ്ങി. ആരോടും ഒന്നും പറയാതെ അവനുടനെ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ഇന്ദ്രൻ താഴെ എത്തുമ്പോഴേക്കും ശ്രീഹരിയുടെ കാർ ഗേറ്റ് അടന്ന് പോയിരുന്നു. ഇന്ദ്രേട്ടാ, എന്താ? അടുക്കളയിലായിരുന്ന മായ അങ്ങോട്ട് വന്ന് ചോദിച്ചു. ഇന്ദ്രൻ അവളെ നോക്കി ഒന്നുമില്ലെന്ന് ചുമൽ കൊണ്ട് കാണിച്ച് വേഗത്തിൽ മുകളിലേക്ക് തന്നെ കയറി. നിമിഷ നേരം കൊണ്ട് ഇന്ദ്രന്റെ കാറും ഗേറ്റ് കടന്ന് പോയിരുന്നു. മായ ഒന്നും മനസ്സിലാവാതെ വല്ലാത്തൊരു വെപ്രാളത്തോടെ ഇന്ദ്രൻ പോയ വഴിയെ നോക്കി. ശില്പ നേരെ പോയത് പ്രശാന്തിന്റെ വീട്ടിലേക്കാണ്. അവിടെ വീണ്ടും മുറ്റത്തെത്തിയതും പോർച്ചിൽ അവന്റെ വണ്ടി കിടപ്പുണ്ട്. അത് കണ്ട് സമാധാനത്തോടെ സിറ്റൗട്ടിലേക്ക് കയറി അവൾ കോളിംഗ് ബെൽ അടിച്ചു. അല്പസമയം കഴിഞ്ഞതും വാതിൽ അവൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. പെട്ടെന്ന് ശില്പയെ മുന്നിൽ കണ്ടും പ്രശാന്ത് ഒന്ന് പരിങ്ങി. നീയോ? പ്രശാന്ത് പരിങ്ങളോട് അവൾ നോക്കി. എന്തേ, ഞാൻ വന്ന് ഇഷ്ടായില്ലേ? അങ്ങനെയൊന്നുമില്ലടി, നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാലോ. എന്നിന്റെ അപ്പച്ചീയുടെ വീടല്ലേ? നിങ്ങൾക്കാർക്കും ഞങ്ങളെ വേണമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളങ്ങനെ ഒഴിവാക്കാനൊന്നും കഴിയില്ല ശില്പ. എൻ്റെ പൊന്നു പ്രശാന്തേട്ടവും നിർത്ത്. ഈ സെന്റിമെന്റ്സ് കേൾക്കാനല്ല ഞാൻ വന്ന്. എത്ര ദിവസമായി നിങ്ങൾ ഞാൻ ഒരേ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല, ഒന്നും തിരിച്ചു വിളിക്കുന്നില്ല. നീ സോറി, ഞാൻ കണ്ടില്ല, ഓരോ ബിസി ആയിരുന്നു. ഞാൻ അകത്തേക്ക് വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ശില്പ അത് കേട്ടത് ആളിലേക്ക് കയറി. നീരിക്ക, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. അമ്മയുടെ ഇല്ല, എവിടെ പോയതാ? എനിക്ക് കുടിക്കാനൊന്നും വേണ്ട. പ്രശാന്തേട്ട ഇവിടെ ഇരിക്കേ. എന്താണ് ഇപ്പോൾ ഉള്ള പ്രശ്നം? അത് പറ നീ. ശില്പക്ക് മുന്നിലായി ഒരു ചെയർ വലിച്ചിട്ടിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. പ്രശാന്തേട്ട, ഒന്നും പറയണ്ട, ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുക. എല്ലാവർക്കും ആവശ്യം അവരെയാ. എനിക്കൊരു പട്ടിയുടെ വില പോലും ആ വീട്ടിൽ. ആകെ പെരുത്ത് വരിക എനിക്ക്. പറഞ്ഞുകൊണ്ട് അവൾ മുരണ്ട്. സങ്കടവും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം പോലും മാറിയിരുന്നു. പ്രശാന്ത് ശില്പയെ ഉറ്റുനോക്കി. മായേക്കാൾ സൗന്ദര്യം കൂടുതലാണ് ഇവൾക്ക്. കുശുമ്പ് കുറച്ചധികം ഉണ്ടെങ്കിലും ആ മുഖവും ശരീരവും ഏതൊരാണിനെയും വീഴ്ത്തിക്കളയും. ആ ചുവന്ന ചുണ്ട് വല്ലാത്തൊരു ആവേശം അവനിൽ നുരഞ്ഞു പൊന്തി. അതൊന്നും നുണയാൻ സാധിച്ചിരുന്നെങ്കിൽ. അവൻ ആലോചിച്ചുകൊണ്ട് തന്നെ ചുണ്ട് കടിച്ചു. പ്രശാന്തേട്ടാ, നിങ്ങളിത് എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു. ആളുടെ ചോദ്യം കേട്ടതൊരു പരിങ്ങളോട് അവൻ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഇല്ലടി, എന്നാലും എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താം.
വേഗം കണ്ടെത്തണം. ഞാൻ ശ്രീയേട്ടനോട് വഴക്കൂടിയാ പോകുന്നത്. പെട്ടെന്ന് അവിടെ കയറിയേ പറ്റുള്ളൂ. വഴക്കോ? അതെ. അല്ലടി, അയാളിതുവരെ നിന്നോട് അടുത്തില്ലേ? നിങ്ങൾ തമ്മിൽ? എൻ്റെ പ്രശാന്തേട്ടാ, അയാൾ അടുക്കുന്ന വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പോലും നിന്നിരുന്നില്ല. അയാളുടെ മനസ്സുകൊണ്ട് അവരുള്ള പ്രണയം നിറഞ്ഞു നിൽപ്പാ. ഇന്ന് അവിടെ ബർത്ത്ഡേയാ. എന്തൊക്കെയാ അവിടെ ആശംസകൾ, ഗിഫ്റ്റുകൾ എല്ലാം കൂടെ കാണാൻ വയ്യാത്തോണ്ടാ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി ഇറങ്ങി പുറപ്പെട്ട്. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ പ്രശാന്തേട്ടാ. നീ വിഷമിക്കണ്ടടി, നമുക്ക് ശരിയാക്കാം. അല്ല, തൻ്റെ കയ്യിൽ എന്തെങ്കിലും കാശിരിപ്പുണ്ടോ? കാശോ? അതെ, എൻ്റെ ഒന്നുമില്ല പ്രശാന്തേട്ടാ. ഞാൻ വിചാരിച്ച കാര്യത്തിന് കുറച്ച് ചെലവ് വരും. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവനൊരു ആലോചനയോടെ നിന്നു. ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എങ്ങനെയെങ്കിലും അവരൊന്ന്, അതായത് എൻ്റെ ചേച്ചി ആ ശ്രീമംഗലത്ത് നിന്ന് പോയാൽ മതി. അല്ലെങ്കിൽ അവരെല്ലാവരും വെറുക്കുക. ഇതിൽ രണ്ടിലൊന്നും നടന്നേ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് റെഡിയാക്കാം, താൻ ടെൻഷൻ ആവണ്ട. പറഞ്ഞുകൊണ്ട് പ്രശാന്ത് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിൽ അവൾക്കരികിലേക്ക് ഇരുന്ന് തലയിൽ തലോടി. അതവളിൽ വല്ലാത്തൊരു ആശ്വാസം നിറച്ചു. തന്നെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നൽ. ശില്പ എഴുന്നേറ്റ് പ്രശാന്തിനോട് യാത്ര പറഞ്ഞ് സമാധാനത്തോടെ ഇറങ്ങി. അവിടെ പോക്കേണ്ടതും പ്രശാന്ത് താടിയിലൊന്നൊഴിഞ്ഞ് അകത്തേക്ക് വലിഞ്ഞു. ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ശ്രീഹരി പക്ഷെ പോയത് അവിടേക്കായിരുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയതും പിന്നാലെ ഇന്ദ്രന്റെ കാർ അവന്റെ കണ്ണിൽപ്പെട്ടിരുന്നു. അതോടൊപ്പം ഫോണിലുള്ള വിളി. അതുകൊണ്ട് തന്നെ ഫോൺ ഓഫ് ചെയ്ത് കുറച്ചധികം സ്പീഡിലാവും കാറ് പറത്തിച്ചു. ടൗണിന്റെ അടുത്തുള്ള വലിയൊരു ബാറിന് മുമ്പിലായിരുന്നു ആ യാത്ര ചെന്ന് നിന്ന്. കാറിൽ നിന്നിറങ്ങി 4 ഭാഗവും നോക്കി ശ്രീഹരി അകത്തേക്ക് കയറി. മുമ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് മായക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ശീലം ഒഴിവാക്കിയിരുന്നു. ഇന്ന് പക്ഷേ വയ്യ, ഇനിയൊന്നും സഹിക്കാനെ കൊണ്ട് വയ്യ. ഇതിലും തന്റെ അവസ്ഥ അറിഞ്ഞാൽ അവൾ തന്നെയാവും കൂടുതൽ വേദനിക്കുന്നത്. എന്നിരുന്നാലും തന്റെ സങ്കടം കുറച്ചെങ്കിലും തീരാൻ ഇത് കഴിച്ചേ പറ്റുകയുള്ളൂ. നീ എന്നോട് പൊറുക്ക് വേണേ. നിനക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സാൽ അവളോട് മാപ്പ് പറഞ്ഞ് അവനൊന്ന് നോക്കാൻ കുടിക്കാൻ തുടങ്ങി. മതി വരുവോളം. അങ്കിൽ ഏട്ടനോട് എത്തിയോ? ഓഫീസിലെത്തി കാർ നിർത്തി ഇന്ദ്രൻ വേഗത്തിൽ ഇറങ്ങിക്കൊണ്ട് മാധവന്റെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു. ഇല്ല ഇന്ദ്ര, ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്നാ ഓക്കെ അങ്കിൾ. അല്ല മോനെ, ശില്പമോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ? ഒന്നുമില്ല അങ്കിൾ, ഞാൻ പോയി വരാം. മാധവനോട് പറഞ്ഞിട്ട് ഇന്ദ്രൻ വേഗം കാറിലേക്ക് കയറി. ഈശ്വര, ഇത് എവിടേക്കായിരിക്കും ഏട്ടൻ പോയിട്ടുണ്ടാവും? ഇനി എവിടെ അന്വേഷിക്കും? ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു. ഇത്രയും കാലം എന്ത് പ്രശ്നം വന്നാലും ഏട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല. എന്ത് സങ്കടം വന്നാലും തൻ്റെ മുമ്പിൽ പറയാറുണ്ട്. ഇത് പക്ഷേ ശില്പ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ശില്പയോടുള്ള ദേഷ്യം വീണ്ടും വീണ്ടും ഇന്ദ്രന്റെ മനസ്സിൽ പെരുത്ത് കയറി. ഇനി എവിടേക്ക് പോകുമെന്ന ചിന്തയിൽ വണ്ടിയുടെ അടുത്തായി അവൻ ഒതുക്കി നിർത്തി. ഫോൺ കയ്യിലെടുത്തു. ഒരുപാട് മിസ്ഡ് കോള്. നോക്കുമ്പോൾ മായയുടേത്. തൽക്കാലം മായ വിളിക്കാതെ ശ്രീഹരിയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു. അപ്പോഴും ഫോൺ ഓഫ്. ഇന്ദ്രനും തലയൊടിഞ്ഞ് തിരിഞ്ഞതും അവന് ഫോൺ ശബ്ദിച്ചു. നോക്കുമ്പോൾ ഇന്ദ്രന്റെ ഫ്രണ്ട് അശ്വിനാണ്. ഈ അവസ്ഥയിൽ ഫോൺ എടുക്കണോ വേണ്ടിയെന്ന് ആലോചിച്ചെന്നും അവസാനം അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. മറുവശത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ടതും അവനൊരു ഞെട്ടലോടെ സീറ്റിൽ നിന്നൊന്ന് മുന്നോട്ട് ആഞ്ഞു. ഇന്ദ്രൻ വെപ്രാളത്തോടെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. രാശി, നീ കണ്ട ഏട്ടൻ തന്നെയല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ. കേട്ടത് വിശ്വസിക്കാനാവാതെ ഇന്ദ്രൻ വീണ്ടും ചോദിച്ചു. ഇന്ദ്ര, താനെന്നെ കളിയാക്കിയാണോ? ശ്രീയേട്ടനെ ഞാൻ കാണാത്താണോ? അങ്ങനെയല്ലടാ. പിന്നെന്ത് വർത്താനാണ് നീ പറയുന്നത്? സോറിടാ, ഞാൻ ഉടനെ എത്താം. നീ അവിടെ തന്നെ നിൽക്ക്. ഓക്കെ, നീ വേഗമാ, ബാക്കിയൊക്കെ പിന്നെ. അശ്വിന്റെ കോൾ കട്ട് ചെയ്ത് ഇന്ദ്രൻ വേഗത്തിൽ കാറിലേക്ക് കയറി. ഏട്ടൻ ഇങ്ങനെ ഒരു ശീലം ഇല്ലാത്താണല്ലോ. മുമ്പ് വല്ലപ്പോഴും കഴിച്ചിരുന്ന ഏട്ടൻ കുറച്ചാളായിട്ട് അതും ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും. എല്ലാത്തിനും കാരണം അവളാ. ഇന്ദ്രൻ ദേഷ്യത്തോടെ പല്ലിയടിച്ചു. ശ്രീയേട്ടാ മതി, ഇനിയും കുടിച്ചാൽ നിങ്ങളുടെ ഹൃദയം പോലും നിന്നു പോവും. നിന്ന് പോട്ടെടാ, നിന്ന് പോട്ടെ. അല്ലെങ്കിലും എന്തിനു വേണ്ടിയാ ഈ ഹൃദയം കൊണ്ട് നടക്കുന്നത്? ശ്രീഹരി വേദനയോടെ പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ തല്ലി. അവന് നാവ് കുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്ക് അവന്റെ മുഖം ടേബിളിലേക്ക് ചാഞ്ഞു. ഏട്ടാ, അപ്പോഴേക്ക് ഇന്ദ്രൻ അവിടേക്ക് എത്തിയിരുന്നു. ഏട്ടാ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ? ഇന്ദ്രൻ അവന്റെ അവസ്ഥ കണ്ട് വല്ലാതെ പതറിപ്പോയിരുന്നു. ഇത്രത്തോളം കുടിക്കുക എന്ന് വെച്ചാൽ അത്രയും വേദന മനസ്സിലുണ്ട്. അത് ഇന്ദ്രൻ മനസ്സിലായിരുന്നു. ഏട്ടാ വാ, നമുക്ക് പോവാം. ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ശ്രീഹരിയെ ഇന്ദ്രനും അശ്വനും കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇന്ദ്രന്റെ കാറിലേക്ക് കൊണ്ടിരുത്തി. അപ്പോഴും ശ്രീഹരി അവ്യക്തമായി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അശ്വിൻ, നീ ശ്രീഹരിനെയും കൊണ്ട് വിട്ടോ, ഞാൻ ശ്രീഹരിന്റെ കാർ വിട്ട് പിന്നാലെ വരാം. ഇന്ദ്രൻ അശ്വിനെ നോക്കിയത് അശ്വിൻ പറഞ്ഞു. അപ്പൊ നിന്റെ ബൈക്ക്? അത് സാറില്ല, ഞാൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ വന്ന് എടുത്തോളൂ. എന്നാ ഇതാ കാറിലേക്ക്. ഓക്കെടാ. ഇന്ദ്രൻ അവരെ നോക്കി തന്റെ കാറിലേക്ക് കയറി. പിന്നാലെ ശ്രീഹരിയുടെ കാറിലേക്ക് അശ്വിനും. ശില്പ പ്രശാന്തിന്റെ വീട്ടിൽ നിന്നിറങ്ങിയതും ഒരു ഓട്ടോ കിട്ടി. കുറച്ചു നേരമായി ഇറങ്ങിയിട്ട്. ഈ പോക്കിനി വീട്ടിൽ കൂടെ കയറിയാൽ നേരം വൈകും. പിന്നെ വരാൻ വീട്ടിലേക്ക്. അല്ലെങ്കിൽ ഇന്ന ദിവസം വീട്ടിലേക്ക് പോയാൽ അമ്മയുടെ മായപുരാണം കേൾക്കേണ്ടി വരും. രാവിലെ മുതൽ അത് തന്നെയാണ് കേൾക്കുന്നത്. ഇനിയും വയ്യ. തൽക്കാലം ശ്രീമംഗലത്തേക്ക് പോവാം. ഇപ്പോൾ ശ്രീയുടെ മനസ്സിൽ ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നോർത്ത് അവൾ ഓട്ടോക്കാരനോട് ശ്രീമംഗലത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ശ്രീമംഗലത്തെ ഗേറ്റിന് പുറത്ത് ഓട്ടോ നിന്ന് അവൾ കാശ് കൊടുത്ത് ഇറങ്ങി.
മലർക്കെ തുറന്നിട്ട ഗേറ്റ് കടന്ന് അവൾ മുറ്റത്തേക്കായിരുന്നു കണ്ടു. ശ്രീയേട്ടനെ കാറിൽ നിൽക്കുന്ന ഇന്ദ്രനെയും മറ്റൊരാളെയും. എല്ലാവരും വെപ്രാളത്തോടെ സിറ്റ് ഔട്ടിലും മുറ്റത്തുമുണ്ട്. അവളാകെ പരിഭ്രമത്തോടെ എല്ലാവരെയും നോക്കി. ശ്രീയേട്ടാ, ശില്പ നീണ്ട് കാറിന്റെ അരികിലേക്ക് ഓടി. അവനെ പിടിക്കാനായിട്ട് അവളുടെ കൈകൾ നീണ്ടു. തൊട്ടുപോകരുത്, ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞു. അവൾ ഭയത്തോടെ പിന്നോട്ട് മാറി. ഇന്ദ്രൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അശ്വിന്റെ കൂടെ ശ്രീഹരി അകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഇന്ദ്ര, മോളിലേക്ക് വേണ്ട, ഇവിടെ താഴെ. ശ്രീഹരി ബോധമില്ലായ്മയിലും കൈകൾ ചൂണ്ടി. ഇന്ദ്രൻ അത് മനസ്സിലായതും ശ്രീഹരിയെ താഴത്തെ റൂമിലേക്ക് നടത്തിച്ചു. ഇന്ദ്ര, എന്തായാലും ഇറങ്ങട്ടെ, കാണാം. ശ്രീഹരിയെ റൂമിൽ ബെഡിലേക്ക് എടുത്തിട്ട് അശ്വിനി ഇന്ദ്രനെ നോക്കി. ഇരിക്കും, എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോവാ. ഇപ്പൊ ഒന്നും വേണ്ടടാ, അനിയെത്തിയിട്ടുണ്ട്, പിന്നെ വരാം. എന്നോക്കണം, ഞാൻ വിളിക്കാം. മായയും വീട്ടിലുള്ളവരും വല്ലാത്തൊരു ഷോക്കിലായിരുന്നു. പത്മ ആ നിമിഷവും മായയെ തുറിച്ചു നോക്കി. എന്റെ മോന് ദേ ഇവള് കാരണം എങ്ങനെ ആയത്? ഇവള് മിണ്ടരുത്. ശ്രീഹരിയെ റൂമിലേക്കാക്കി പുറത്തേക്ക് കിടന്ന ഇന്ദ്രൻ അത് കേൾക്കി അലറി. ഇനിയും വലിയമ്മ മായയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അവൾ എന്ത് ചെയ്തു ഏട്ടനെ? മോനെ ഇന്ദ്ര, യശോദ ഇന്ദ്രനെ ശാസനയോടെ വിളിച്ചു. അമ്മ നിർത്തിക്കേ. മായ, അവൾ എന്താ ചെയ്ത്? മായയായിട്ടുള്ള വിവാഹം മുടങ്ങിയപ്പോ പോലും ഏട്ടൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. എന്നിട്ട് പേട്ടന് സഹിക്കാൻ പറ്റാത്ത മറ്റെന്തോ സങ്കടം ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് അതിന്റെ കുറ്റം കൂടെ മായയുടെ തലയിൽ. അതെങ്ങനെ ശരിയാവും? വല്യമ്മ ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുന്ന നിർത്തിക്കോ, അതാ നല്ലത്. അല്ല, ശ്രേയ ഹോസ്പിറ്റലായിരുന്നപ്പോ വല്യമ്മക്ക് മായ കുറ്റം പറയാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതെന്താ അവസരത്തിനൊത്ത് മാറാനും അതിനനുസരിച്ച് സംസാരിക്കാനും വല്യമ്മക്ക് നന്നായിട്ട് അറിയാലോ. മോനെ, യശോദയുടെ സ്വരം വീണ്ടും ഉയർന്നു. ഇല്ലമ്മേ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ദേ, എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റൊരുത്തിയാ. ശില്പയെ നോക്കി ഇന്ദ്രൻ അമൃഷത്തോടെ പറഞ്ഞു. ഇവളുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റായിട്ടാ ഏട്ടനിപ്പത് ചെയ്ത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാനെന്ത് ചെയ്തു? ശില്പ ഒരു പരിങ്ങിലോടെ നോക്കി. അതിന് ഇന്ദ്രനൊന്നും മിണ്ടാതെ അവളിൽ നിന്ന് കടുപ്പിച്ച് നോക്കി. അപ്പോഴും മായയുടെ കണ്ണുകൾ പെയ്യാൻ വെമ്പിൽക്കുന്ന കാർമേഘം പോലെ ഉരുണ്ടുകൂടി നിൽപ്പായിരുന്നു. അത് കണ്ടത് ഇന്ദ്രൻ മായയുടെ കൈകൾ പിടിച്ച് മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. എടാ, ആരായിരുന്നു ഇന്ന് ഇവിടെ വന്ന്? സരോജിനി പുറത്തെവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടുമുറ്റത്തെത്തിയതും പ്രശാന്ത് പുറത്തേക്ക് പോകാനായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടതും അവരവനെ നോക്കി ചോദിച്ചു. ഇന്നോ? ആ, ഇന്ന് തന്നെ. ഏതോ ഒരു പെൺകുട്ടി ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ഭാസ്കരന്റെ മോൾ അനു പറഞ്ഞു. ആരായിരുന്നത്? ഓ, അതോ, ശില്പയായിരുന്നു. അവളിവിടെ വന്നപ്പോ ഒന്ന് കയറിയതാ. അമ്മയുടെ എല്ലാം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് തിരിച്ചുപോയി. ശില്പയോ? അവൾ ഇങ്ങോട്ട് കയറിയത് എന്തിനാ? അതൊന്നും എനിക്കറിയില്ല. അമ്മയില്ലെന്ന് അറിഞ്ഞു പോയി, വേറൊന്നും എനിക്കറിയില്ല. മായ നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി എന്തൊക്കെയാ അവൾ പറഞ്ഞു തന്നിട്ടുള്ളത്? എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നടന്നോ? അവളാണെങ്കിൽ ഏതൊരുത്തന്റെ കൂടെ അങ്ങ് ചാടി. ഇനി നീ അവള് പറയുന്നത് കേൾക്കാൻ പോകണ്ട. അവരുടെ പാടായി. ആ ഭാഗം തന്നെ വിട്ടേക്ക്. ആ, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ആകും പറഞ്ഞ് പ്രശാന്ത് വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. ഡോ മതി, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി കരയണമെന്ന് താൻ എന്തെങ്കിലും ശബ്ദം ചെയ്തിട്ടുണ്ടോ? റൂമിലെത്തിയത് അവളുടെ സങ്കടം കണ്ട് ഇന്ദ്രൻ വേദനയോടെ അവളെ നോക്കി. ഇല്ല ഇന്ദ്രേട്ടാ, ഞാനിനി സങ്കടപ്പെടില്ല. ശ്രീയേട്ടന്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സൊന്ന് പെടഞ്ഞുപോയി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമൃത്തി തുടച്ച് അവൾ ഇന്ദ്രനെ നോക്കി പറഞ്ഞു. ഇന്ദ്രേട്ടാ, എനിക്ക് ശില്പയോടും സംസാരിക്കണം. ഇനി അവളിങ്ങനെയായ ഈ വീട്ടിലും ശ്രീയേട്ടന് സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവൂടാ? ഉണ്ടാവും ഇന്ദ്രേട്ടാ, എനിക്കറിയാം എന്ത് വേണമെന്ന്. അവളെന്റെ അനിയത്തിയല്ലേ. ആയിക്കോട്ടെ, താൻ പറയും പോലെ. എന്തിനാലും കൂടെ ഞാനുണ്ടാവും. ഇന്ദ്രേട്ടാ, ശ്രീയേട്ടൻ ഏട്ടനെ ഓർത്ത് താൻ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇന്ദ്ര അതും പറഞ്ഞ് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്റെ ഏടത്തി എന്തിനും ഏതിനും മായയെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ അവൻ പറഞ്ഞു. ഏടത്തി അത് കാര്യാക്കണ്ട. എന്നാലും യശോദേ, ഇന്ദ്രൻ ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതും ചിലപ്പോൾ അവൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ അവനിങ്ങനെ മാറില്ല. അവൾ വന്നതിന് ശേഷം അവൻ എന്നോടുള്ള ബഹുമാനം എല്ലാം പോയിരിക്കണം. അടുക്കളയിൽ നിന്ന് മായക്ക് നേരെയുള്ള പത്മത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ അധികമായപ്പോൾ യശോദക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്റെ ഏടത്തി ഒന്ന് നിർത്ത്. ഇനി അതിനെ അവളെ കുറ്റപ്പെടുത്തണ്ട. ഇതെങ്ങാനും ഇന്ദ്രൻ കേട്ടോണ്ട് വന്നാലുണ്ടല്ലോ, നേരത്തെ കിട്ടിയതിന്റെ ബാക്കി കിട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. നീ ഇങ്ങനെ മരുമകളെ തലയിലേറ്റ് നടന്നു. കിട്ടേണ്ട കിട്ടുമ്പോൾ അമ്മയ്ക്കും മോനും മനസ്സിലായിക്കോളും. ഏടത്തി കൂടുതൽ സംസാരിക്കേണ്ട. എന്റെ മരുമകൾ ഇന്നേവരെ ഈ വീട്ടിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തരെ പൊന്നുപോലെ അവൾ നോക്കുന്നു. ഏടത്തി മായ കുറ്റപ്പെടുന്ന നേരം കൊണ്ട് സ്വന്തം മോനെ പോലും വകക്കാർക്കുന്ന ആ ശില്പ എന്തെങ്കിലും പറഞ്ഞ് നന്നാക്കാൻ നോക്ക്. അതായിരിക്കും നല്ലത്. യശോദ അത്രയും പറഞ്ഞ് ചെയ്യുന്ന ജോലി മതിയാക്കി അടുക്കളയിൽ നിന്ന് പുറത്തു കിടന്നു. ഇനി അവിടെ നിന്ന് ആ സംസാരം വലുതാവും. അപ്പൊ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും നിൽക്കില്ല. എന്താ അമ്മ ഇങ്ങനെ പിറുവിറുക്കുന്നത്? മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഇന്ദ്രൻ അമ്മ എന്തോ പതിയെ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല മോനെ, ഞാൻ എന്തോർത്ത് നിന്നുപോയതാ. അല്ല, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോട്ടെ. വേണ്ട മോനെ, അവൻ്റെ അടുത്തേക്ക് നീ ഇപ്പൊ പോണ്ട. അവൻ അതിന്റെ ബോധത്തുനിന്ന് ഉറങ്ങിക്കോട്ടെ. അതെല്ലാം കെട്ടടങ്ങുമ്പോൾ എഴുന്നേൽക്കും. അപ്പോഴെങ്കിലും അവനൊരു ആശ്വാസം കിട്ടല്ലോ. എന്നിട്ട് പോരെ കാണലും സംസാരവും. ഒരു നിമിഷം അമ്മ പറഞ്ഞാണ് ശരിയെന്ന് തോന്നിയ ഇന്ദ്രൻ ആ റൂമിന് നേരെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം മുകളിൽ നിന്ന് ഇന്ദ്രൻ താഴേക്ക് പോയതിന് പിന്നാലെ മായ ശ്രീഹരിയുടെ റൂമിന് നേരെ നടന്നു. റൂമിനടുത്തെത്തിയതും വാതിൽ പതിയെ തട്ടിക്കൊണ്ട് അവൾ കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന ശില്പ പുറത്തേൽക്കുന്ന മായയെ കണ്ട് അമൃഷത്തോടെ നോക്കി. തുടരും.
ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.